അപ്പോൾ ഇതിൻ്റെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിൽ 9351 കോടി രൂപ ആണ് നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ഇത്രയും ഭീമമായ ഒരു തുക ഏത് സർവേയർ അല്ലെങ്കിൽ ഏത് അധികാരികളാണ് കണ്ടെത്തിയത് എന്നറിയില്ല. ഒന്ന് പാരിസ്ഥിതികമായിട്ടുള്ള വിഷയത്തിലാണ് 8000-ഓളം കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള 1000 കോടി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടം അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഈ 8000-ഓളം കോടി രൂപ കടലിനും മത്സ്യസമ്പത്തിനും പരിസ്ഥിതിക്കും ഉണ്ടായ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു രൂപരേഖയുമില്ല, എന്ത് സർവേയിലാണെന്നും വലിയ ധാരണയില്ല. പക്ഷേ ഇതേ കോടതിയിൽ സർക്കാർ ഏജൻസിയായ മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തെക്കോട്ടുള്ള കടലിലെ വെള്ളത്തിൽ വലിയ മാലിന്യമില്ല. അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. അപ്പം ഈ കോടതിക്ക് തന്നെ സംശയം, ഇത്രയും വലിയൊരു തുക കപ്പൽ കമ്പനി തരുമോ, ഇതെന്തെങ്കിലും തരത്തിൽ പോർട്ട് അധികൃതരുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുമോ, ഇത്തരം വിഷയങ്ങളെല്ലാം നിൽക്കവേ ഈ ഒരു വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പം മറ്റൊന്ന്, ഈ തുക ലഭ്യമാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ പറ്റുന്നില്ല. മറ്റൊന്നുള്ളത്, ഈ കപ്പൽ നീക്കം ചെയ്യുന്നതിനാവശ്യമായ ഇതുവരെ അവർ കണക്കാക്കിയിട്ടുള്ള തുക 1100 കോടിയാണ് ഈ കപ്പൽ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാൽവേജിങ് പർപ്പസിന്. അപ്പോൾ ആ തുക കപ്പൽ കമ്പനിയെ കൊണ്ട് കെട്ടിവെക്കുകയും അതുപയോഗിച്ച് നമുക്ക് ഈ കപ്പൽ ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും. കാരണം ഈ ലോകത്ത് എവിടെയും, ഇന്ത്യയിലൊഴികെ ലോകത്ത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇത്തരം ഒരു കപ്പൽ അപകടവും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണവും വളരെ ഗുരുതരമായ വിഷയമായി കണ്ട് ത്വരിതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലോകത്ത് മാതൃക. പക്ഷേ ഇവിടെ നമുക്ക് അത്തരം ഒരു സംഗതിയോ അത്തരം ഒരു കാര്യങ്ങളോ കാണുന്നില്ല. കാരണം ഈ തിരുവനന്തപുരം ഭാഗത്തെ തീരങ്ങളിൽ തീരത്തടിയുന്ന വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ഈ നേരിയ എണ്ണപ്പാട പോലെ കാണുന്നുണ്ടെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതമോ ദുരവ്യാപകമായ ഫലങ്ങളോ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതൊരു വരുന്ന 50 വർഷത്തേക്കെങ്കിലും നമ്മുടെ കടലിനും കടലിൻ്റെ അടിത്തട്ടിലും ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്.